എല്ലാവരും JLT എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തം? എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം JLTയുടെ എക്സാം ആണ്, എല്ലാവരും പഠിക്കുകയാണ്. JLTയുടെ കോഴ്സസ് എഡ്സ്പാർക്കിൽ അവൈലബിൾ ആണ്. നമ്മൾ പുതിയ ബാച്ചസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വളരെ കുറച്ച് ഫീസ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. അപ്പോൾ വളരെ നല്ല രീതിയിൽ കോഡിലൂടെയുള്ള പഠനം തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട രചനകളൊക്കെ കോഡിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന് പ്രയോഗവാദമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പ്രയോഗവാദില് താർസപ്തകിലുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് താർസപ്തകിലെ റൈറ്റർ ആണോ, ഏത് സപ്തകിലെ റൈറ്റർ ആണെന്ന് പ്രത്യേകം എടുത്ത് ഓരോ കവികളെയും തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കോഡിലൂടെ ഈ പ്രയോഗവാദിലുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെ നമുക്കൊന്ന് പഠിച്ചാലോ? അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ 4 സപ്തകം അതിന്റെ ഇയർ ഒന്ന് നോക്കാം. താർസപ്തക വരുന്നത് ഏത് വർഷമാണ്? 1943 വരെ കേട്ടോ. 1943. Then दूसरा सप्तक 1951 ആണ്. तीसरा सप्तक 1959. चौथा सप्तक 1979 ആണ്. ഓക്കെ, ആദ്യത്തേത് 1943, രണ്ടാമത്തേത് 1951, മൂന്നാമത്തേത് 1959, നാലാമത്തെ ചൗദാ സപ്തക 1979. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്നേ ഉള്ളൂ. ആ ഇയറും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തേത് 1943 ആണ്. രണ്ടാമത്തേത് എന്താണ്? 1950 ആണ്. മൂന്നാമത്തേത് 1950 ആണ്. രണ്ടാമത്തേത് 1951, മൂന്നാമത്തേത് 1959 ആണ്. പിന്നീട് 60 വെച്ചിട്ടൊന്നും വരുന്നില്ല, 1960 വെച്ചിട്ട് വരുന്നില്ല. നാലാമത്തെ സപ്തക വരുന്നത് 1979 ആണ്. ഓക്കെ, അപ്പൊ ഈ ഇയർ 4 നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ആദ്യത്തെ സപ്തകയിലേക്ക് പോവാം. ആദ്യത്തെ സപ്തക ഏതാണ്? താർസപ്തക. താർസപ്തകെ കവി ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കവികൾ താർസപ്തകിലെ? ഗജാനൻ മാധവ് മുക്തിബോധ, then നെമി ചന്ദ്ര ജെയിൻ, ഭാരത് ഭൂഷൺ അഗ്രവാൾ, പ്രഭാകർ മാച്വേ, ഗിരിജാ കുമാർ മാഥുർ, രാം വിലാസ് ശർമ്മ, അഗേയ. ഓക്കെ, ഇത്രയും പേരാണ് വരുന്നത്. ഇവര് നമുക്കൊരു കോഡിലൂടെ അങ്ങ് കണക്ട് ചെയ്യാം. കോഡ് എന്താണ്? പ്രഭാരാഗി മുനേ ആ. ഫസ്റ്റ് താർസപ്തകിന്റെ കോഡാണ് പ്രഭാരാഗി മുനേ ആ. ഓക്കെ, പ്ര ആരാണ്? പ്രഭാകർ മാച്വേ. ഭ ഭാരത് ഭൂഷൺ അഗ്രവാൾ. രാം വിലാസ് ശർമ്മ. ഗിരിജാ കുമാർ മാഥുർ. മു ആരാണ്? മുക്തിബോധ. നെമി ചന്ദ്ര ജെയിൻ. അഗേയ. ഓക്കെ, ഇത്രയും റൈറ്റേഴ്സ് ആണ് താർസപ്തകിൽ വരുന്നത്. ആരൊക്കെയാണെന്ന് നോക്കാം. ഗജാനൻ മാധവ് മുക്തിബോധിലെ അദ്ദേഹത്തിന്റെ മാത്രം ഫസ്റ്റ് ലെറ്റർ മു ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. മുക്തിബോധ് എന്ന ഷോർട്ട് നെയിം. ഓക്കെ, അപ്പോൾ മുക്തിബോധ്, നെമി ചന്ദ്ര ജെയിൻ, ഭാരത് ഭൂഷൺ അഗ്രവാൾ, പ്രഭാകർ മാച്വേ, ഗിരിജാ കുമാർ മാഥുർ, രാംവിലാസ് ശർമ്മ, അഗേയ. ഇത്രയും റൈറ്റേഴ്സ് ആണ് വരുന്നത്. ഇവരെ ഒരു കോഡിലൂടെ നമ്മൾ പഠിച്ചത് പ്രഭാരാഗി മുനേ ആ. പ്രഭാരാഗി മുനേ ആ താർസപ്തകിലെ കവികളാണ്. പ്രഭാരാഗി മുനേ ആ. അടുത്ത നോക്കുക, दूसरा सप्तक. दूसरा सप्तकिലെ കവികൾ ആരൊക്കെയാണ്? ഭവാനി പ്രസാദ് മിശ്ര, ശകുന്തള മാഥുർ, ഹരിനാരായൺ വ്യാസ്, ശംഷേർ ബഹാദൂർ സെൻ, നരേഷ് മെഹത്ത. നരേഷ് എന്നാണ് കേട്ടോ. നരേഷ് മെഹത്ത. രഘുവീർ സഹായ്, ധർമ്മവീർ ഭാരതി. ഇത്രയും പേരാണ് ദൂസറ സപ്തകിൽ വരാം. ഓക്കെ, അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് അവരെ? ഹരൺ ദശ് ബഷ്. ഹരൺ ദശ് ബസ് എങ്ങനെയാണ്? ഹ ഹരിനാരായൺ വ്യാസ്. രഘുവീർ സഹായ്. നരേഷ് മെഹത്ത. ദശ് ധർമ്മവീർ ഭാരതി.
ശകുന്തള മാധുർ. ഭഷ് ഭവാനി പ്രസാദ് മിശ്ര. ഷ ശകുന്തള ശംഷേർ ബഹാദൂർ സെൻ. ഇത്രയും പേര്. അപ്പൊ ഹരൺ ദശ്ബഷ് ഏതാണ്? ദൂസറ സപ്തകിലെ കവികളാണ്. ഹരൺ ദശ്ബഷ്. ഹരൺ ദശ്ബഷ്. ഓക്കെ, അപ്പൊ ഹരൺ ദശ്ബഷ് ദൂസറ സപ്തകിലെ പ്രധാനപ്പെട്ട കവികളാണ്. ആരൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം. ഭവാനി പ്രസാദ് മിശ്ര, ശകുന്തള മാധുർ, ഹരിനാരായൺ വ്യാസ്, ശംഷേർ ബഹാദൂർ സെൻ, നരേഷ് മെഹ്ത, രഘുവീർ സഹായ്, ധർമ്മവീർ ഭാരതി. അടുത്ത നമ്മൾ നോക്കുന്നത് തീസര സപ്തകാണ്. ഇയർ എങ്ങനെയായിരുന്നു? 1943 താർ സപ്തക. ദൂസര 1951. തീസര 1959 ആണ്. തീസര സപ്തക 1959 ആണ്. ഓക്കെ, അപ്പൊ കവികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുംവർ നാരായൺ, കീർത്തി ചൗധരി, സർവേശ്വർ ദയാൽ സക്സേന, മദൻ വാത്സ്യായൻ, പ്രയാഗ് നാരായൺ ത്രിപാഠി, കേദാർനാഥ സിൻഹ, വിജയ്ദേവ് നാരായൺ സാഹി. ഇത്രയും റൈറ്റേഴ്സ് ആണ് തീസര സപ്തകില് വരുന്നത്. കുംവർ നാരായൺ, കീർത്തി ചൗധരി, സർവേശ്വർ ദയാൽ സക്സേന, മദൻ വാത്സ്യായൻ, പ്രയാഗ് നാരായൺ ത്രിപാഠി, കേദാർനാഥ സിൻഹ, വിജയ്ദേവ് നാരായൺ സാഹി. ഇവര് നമുക്ക് ഏത് കോഡിലൂടെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? കി കുൻകെ സമവിപ്ര. കി കുൻകെ സമവിപ്ര. കി കുൻകെ സമവിപ്ര. തീസര സപ്തകിലെ കവികൾ ആരൊക്കെയാണ്? കി കുൻകെ സമവിപ്ര. ആരൊക്കെയാണെന്ന് നോക്കാം. കി കീർത്തി ചൗധരി, കുൻ കുംവർ നാരായൺ, കെ കേദാർനാഥ സിൻഹ, സമ സ സാരാണ സർവേശ്വർ ദയാൽ സക്സേന, മ മദൻ വാത്സ്യായൻ, വി വിജയ്ദേവ് നാരായൺ സാഹി, പ്ര പ്രയാഗ് നാരായൺ ത്രിപാഠി. ഇത്രയും പേരാണ് തീസര സപ്തകിലുള്ളത്. തീസര സപ്തക ഏത് വർഷമായിരുന്നു? 1959. ഓക്കെ, കി കുൻകെ സമവിപ്ര തീസര സപ്തക. അടുത്ത നോക്കാം ചൗദ സപ്തക കവി. ചൗദ സപ്തക ഏതൊക്കെയാണ് റൈറ്റേഴ്സ് വരാ? അവധേഷ് കുമാർ, രാജ്കുമാർ കുംഭജ്, സ്വദേശ് ഭാരതി, നന്ദകിഷോർ ആചാര്യ, സുമൻ രാജെ, ശ്രീറാം വർമ്മ, രാജേന്ദ്ര കിഷോർ. ഇത്രയും റൈറ്റേഴ്സ് ആണ് ചൗദ സപ്തകില് വരാ. ആരൊക്കെയാണെന്ന് നോക്കാം. ശ്രീ അരാസുര സ്വപ്ന. ശ്രീ അരാസുര സ്വപ്ന ചൗദ സപ്തകിലെ പ്രധാനപ്പെട്ട കവികളാണ്. ശ്രീ അരാസുര സ്വപ്ന. ഓക്കെ, അപ്പൊ ചൗദ സപ്തക എന്ന് ഓർക്കുമ്പോ ശ്രീ അരാസുര സ്വപ്ന എന്ന കോഡ് കൂടി നിങ്ങൾ ഓർക്കുക. ആരൊക്കെയാണ്? ശ്രീറാം വർമ്മ. ശ്രീ ആരാണ്? ശ്രീറാം വർമ്മ. ആ അവധേഷ് കുമാർ. രാ ആരാണ്? രാജേന്ദ്ര കിഷോർ. സു സു ആരാണ്? സുമൻ രാജെ. Then Ra Rajkumar Kumbaj. Swa Swarana Swadesh Bharati. Na Na Nandakishore Acharya. അപ്പൊ ചൗദ സപ്തകിലെ കവികൾ ആരൊക്കെയാണ്? ശ്രീ അരാസുര സ്വപ്ന എന്ന കോഡിലൂടെ നമ്മൾ പഠിച്ചിരിക്കുകയാണ് അല്ലെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. രാംവിലാസ് ശർമ്മ കിസ് സപ്തക കെ കവി ഹെ? രാംവിലാസ് ശർമ്മ ഏത് സപ്തകിലെ കവിയാണ്? ഓപ്ഷൻസ് നോക്കാം. താർ സപ്തക, ദൂസര സപ്തക, തീസര സപ്തക, ചൗദ സപ്തക. ഓക്കെ, ഏത് സപ്തകിലെ കവിയാണ് അദ്ദേഹം? രാംവിലാസ് ശർമ്മ. ഓക്കെ, ഓപ്ഷൻസിൽ നിന്നും ആൻസർ കണ്ടുപിടിക്കുക. താർ സപ്തകാണ് ആൻസർ വരാം അല്ലെ. താർ സപ്തകിലെ കവിയാണ് ആര്? രാംവിലാസ് ശർമ്മ. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, താർ സപ്തകിലെ പ്രഭാര ഇമുനെ എന്ന കോഡിലൂടെ നമ്മൾ പഠിച്ചു. അതില് രാംവിലാസ് ശർമ്മ വരുന്നുണ്ട്. വേറെ ബാക്കിയുള്ള റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? ഗജാനൻ മാധവ് മുക്തിബോധ, നിമി ചന്ദ്രജെയിൻ, ഭാരത് ഭൂഷൺ അഗ്രവാൾ, പ്രഭാകർ മാച്വേ, ഗിരിജ കുമാർ മാധവ്, രാംവിലാസ് ശർമ്മ, അഗ്ഗിയ എന്നീ റൈറ്റേഴ്സ് ആണ് താർ സപ്തകില് വരാ. താർ സപ്തക 1943 വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ശ്രീറാം വർമ്മ കിസ് സപ്തക കെ കവി ഹെ? ശ്രീറാം വർമ്മ ഏത് സപ്തകിലെ കവിയാണ്? ഓപ്ഷൻസ് നോക്കാം. ചൗദ സപ്തക, ദൂസര സപ്തക, തീസര സപ്തക, താർ സപ്തക. ഏതാണ് ആൻസർ വരാ?
ചൗദാ സപ്തകിലെ കവിയാണ് ശ്രീറാം വർമ്മ. എങ്ങനെയാണ് കോഡ് വരുന്നത്? ശ്രീ ആരാസുര സ്വപ്ന. ചൗദാ സപ്തകിലെ കവികളാണ് ശ്രീ ആരാസുര സ്വപ്ന. ആരൊക്കെയാണ്? അവധേഷ് കുമാർ, രാജ്കുമാർ കുംഭൽ, സ്വദേശ് ഭാരതി, നന്ദകിഷോർ ആചാര്യ, then സുമൻ രാജേഷ്, ശ്രീറാം വർമ്മ, രാജേന്ദ്ര കിഷോർ എന്നീ റൈറ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ശ്രീറാം വർമ്മ ചൗദാ സപ്തകിലെ കവിയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. പ്രയോഗവാദിലെ ഓരോ സപ്തകിലെയും കവികളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കോഡിലൂടെ മനോഹരമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം JLTയുടെ എക്സാം ആണ്, എല്ലാവരും പഠിക്കുകയാണ്. JLTയുടെ കോഴ്സസ് എഡ്സ്പാർക്കിൽ അവൈലബിൾ ആണ്. നമ്മൾ പുതിയ ബാച്ചസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വളരെ കുറച്ച് ഫീസ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. അപ്പോൾ വളരെ നല്ല രീതിയിൽ കോഡിലൂടെയുള്ള പഠനം തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട രചനകളൊക്കെ കോഡിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഓൾ.